പരിശുദ്ധരുടെ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചെറിയൊരു കൂട്ടമായിട്ട് കർത്താവ് നിന്റെ സന്നിധി കടന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. ഞങ്ങളുടെ പ്രേക്ഷയുടെ ആൻറ്റി കർത്താവ് നിന്നോട് കൂടെ വിശ്രമിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കർത്താവ് ഞങ്ങളോട് കൂടെ തിരുവഴുത്തുകൾ നാവിലെടുത്തുകൊണ്ട് കർത്താവെ നീ കൃപ കൊടുത്തതാണ്. നിന്റെ സന്നിധി ചേരുവാൻ നീ കൃപ കൊടുത്തല്ല കർത്താവ്. ഞങ്ങൾ ഒരു നാളിപ്പോൾ ശരീരം വിട്ടു പോകുന്നവരാണ് എങ്കിലും പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ ജീവൻ നിന്നിൽ മറിഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് കർത്താവ് മുന്നേറുക ഞങ്ങൾ സഹായിച്ചാട്ടെ. ഈ പരിസരങ്ങളെ, ഈ ശബ്ദം ചടങ്ങുന്ന പരിസരങ്ങളെ, വ്യക്തികളുടെ തലമുറകളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിൻ്റെ പ്രാശ്ചിത്യം അതോടെ സാങ്ക്ടിഫൈ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറുമാട്ടെ. വലിയവനായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പാടുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാനൊക്കെ കർത്താവ് നമുക്ക് കൃപ നൽകി. കൊടുങ്കാറ്റുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്തൊക്കെയും തന്നെ അവൻ നമ്മുടെ പടകിൽ അവനുണ്ട്. ഒന്ന് വിളിച്ചുണർത്തിയ കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്ന അവിടെ ശിഷ്യന്മാർ പറഞ്ഞത്, കർത്താവ് പടകിൽ ഉറങ്ങുകയായിരുന്നു. ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് ചിന്തയില്ല എന്ന് ചോദിച്ചത്. നമ്മളെന്ന് പറഞ്ഞില്ല. നമ്മുടെ ഹ്യൂമാനിറ്റി അങ്ങനെയാണ്. പക്ഷെ അവനിതെല്ലാം അറിഞ്ഞിട്ടാണ് തൻ്റെ ഓമനപുത്രനെ നമുക്ക് പകരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് മരിപ്പാൻ തന്നത്. അത് സാധാരണ ഒരു മരണമല്ല, പാതാളത്തിൽ പോയി മരണം അനുഭവിപ്പാൻ. പല മതസ്ഥാപിതന്മാരും തങ്ങളുടെ മതങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി യേശു ക്രിസ്തു അനുഭവിച്ചേക്കാൾ ക്രൂരമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ പ്രാണനും പാതാളത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ അവരാരും മടങ്ങി വന്നിട്ടില്ല. പാപമില്ലാതിരിക്കെ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായിട്ട് ശിക്ഷ അനുഭവിപ്പാൻ സ്വമേധയാ അവരുടെ ശിക്ഷ തന്നിന്മേൽ ഏറ്റെടുത്തവൻ ഒരുവനേ ഉള്ളൂ, നാസറേനായ യേശു ക്രിസ്തു. ഒരു അറ്റോൺമെൻറ്റ് കൂടാതെ പാപക്ഷമ നടത്തുവാൻ ദൈവത്തിന് സാധ്യമല്ല. അതാണ് സുവിശേഷത്തിൻ്റെ ഗ്രേറ്റ്നസ്, അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ്നസ്, അതാണ് നമ്മൾ വിശ്വസിക്കുന്നതും ശബ്ദമുയർത്തി ഘോഷിക്കുന്നതും. വിത്തൗട്ട് ക്രൈസ്റ്റ് ദർ ഇസ് നോ സാൽവേഷൻ, വിത്തൗട്ട് അറ്റോൺമെൻറ്റ് ദർ ഇസ് നോ സാൽവേഷൻ. ദൈവകർത്താവ് നമ്മൾ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കൊളോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ, അതായത് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് അല്ലെങ്കിൽ ഹിസ് ബോഡി എന്ന സബ്ജക്റ്റിൽ എഫെസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആസ്പദമാക്കിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ആരായിരുന്നെന്നും എങ്ങനെ രക്ഷ നടക്കുന്നെന്നും ക്രിസ്തു നമ്മളെങ്ങനെയാണ് ദൈവത്തോട് നിരപ്പിച്ചതൊക്കെ നമ്മൾ അനേക ക്ലാസ്സുകളിൽ കൂടെ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ചിന്തിച്ചതാണ്. എന്നിട്ട് അടുത്ത കുറച്ചും കൂടി സീരിയസ് ആയ വിഷയത്തിലേക്ക് വരുന്നതാണ് ഈ കൊളോസ്യ ലേഖനത്തിൻ്റെ കൊളോഷ്യൻസ് ചാപ്റ്റർ 3 പറഞ്ഞു വരുന്നത്. അവിടെ നമ്മൾ 4 ക്ലാസ്സുകൾ എടുത്തിരുന്നു. ആകെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, സ്തോത്രം, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ആ ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കൂടെ മനസ്സിലാക്കി. അതായത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ശത്രുക്കളും കാൽ കീഴാകുവോളം വാഴേണ്ടതാകുന്നു. യേശു ഒരിക്കലായിട്ട് കഴിച്ച യാഗത്തിൽ കൂടെ അതിന് പരിപൂർണമായി വരുത്തി. റിപ്പീറ്റഡ് അറ്റോൺമെന്റിന്റെ യാഗത്തിന് ആവശ്യമല്ല, ഏക യാഗത്താൽ പരിപൂർണത വരുത്തി. എന്നിട്ട് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് എന്താണ്? സകല ശത്രുക്കളും തൻ്റെ കാൽ കീഴാവണം. തൻ്റെ കാൽ കീഴെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ, ദ ബോഡി, ഫുൾ ബോഡി, ക്രിസ്തുവും അവന്റെ ശരീരം കൂടെ ചേർന്നതാണ് ബോഡി. അപ്പൊ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ കാൽ കീഴ് സകല ശത്രുക്കളും കാൽ കീഴാകണം. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. കാൽ കീഴാക്കി തരുന്ന ദൈവത്തോടു കൂടെ ചേർന്ന് നിന്ന് വാഴ്ചകള്, അധികാരങ്ങള്, ഈ ലോകത്തിന് അന്ധകാരത്തിന് അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മ സേനകള് നമ്മുടെ കാൽ കീഴെ കൊണ്ടുവരണം. ഇതിനു വേണം നമുക്ക് കൃപാവരങ്ങള്, കൃപകള്, ആത്മശക്തി, ഉയരത്തിനുള്ള ശക്തി, മന്ന, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്കിതിന് പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഗ്രീക്കോ ഹീബ്രുവിനോ ഒന്നും ആവശ്യമില്ല. ഒരു സമർപ്പണം ചെയ്ത കർത്താവേ, ഈ ഭൂമി നീ എന്നെ സൃഷ്ടിച്ചതാണ്,
എന്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് പകരമായിട്ട് ശിക്ഷ അനുഭവിക്കാൻ തന്നുവെങ്കിൽ ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ നിന്റെ വേലയ്ക്കായിട്ട് ഏൽപ്പിക്കുന്നു. ഇതിന് പാസ്റ്റർ ആവണമെന്നില്ല, ആരും അറിയണമെന്നില്ല, ഭൂമിയിൽ ആരും തന്നെ നിങ്ങൾ അറിയണമെന്നില്ല. രഹസ്യമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ സ്നേഹിക്കുന്ന പിതാവുമായിട്ട് ഉള്ളൊരു ബന്ധമാണിത്. ഞാനിത് വളരെ അനുഭവിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇല്ലെന്ന് പറയുന്നതാണ് സാത്താന്റെ വലിയ തന്ത്രം. ഇതൊക്കെ ഇല്ല, അതൊക്കെ ക്രൂശിന് കീഴ്പ്പെടുത്തി ഇനി നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഇത് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു റോങ് തിയറിയാണത്. അതിനൊക്കെ വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. അപ്പോൾ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ നമ്മൾ അവിടെയാണ് അല്ലേ? നമ്മൾ കൊളോസ്യർ 1:14 പഠിച്ചതാണ്. ഇരുട്ടിന്റെ അധികാരത്തെ ഇവിടെ വെച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. കൃപയാലുള്ള വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഫേസ്യ ലേഖനത്തിനും കൊളോസ്യർ ലേഖനത്തിനും ഈ കാര്യം പഠിച്ചതാണ്. നമ്മൾ ക്രിസ്തു ഇപ്പോൾ എവിടെയാണോ ആത്മീകമായിട്ട് നമ്മൾ അതേ പദവിയിലാണ്, അതേ അധികാരത്തിലാണ്, അതേ നന്മകളിലുമാണ്. ഇത് നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കുന്ന വിഷയമാണ്. വിശ്വാസം നമ്മൾ സ്വയമായിട്ടല്ല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ അതിനുവേണ്ടി ഒരുക്കുന്ന സമയത്ത് അതിനാവശ്യമായ കൃപകളും ശക്തിയും വിശ്വാസവും ബലവും ഒക്കെയും തന്നെ നമുക്ക് തരും. അതെങ്ങനെയാണ് നടക്കുന്ന ഒരു വിഷയമാണ് ഞാൻ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമുക്ക് നേരിട്ട് അത് വചനത്തിൽ തന്നെ വായിക്കാം. കൊളോഷ്യൻസ് ചാപ്റ്റർ 3. One second. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ വായിച്ചു നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് നടക്കേണ്ട ഒരു സംഭവമാണ് മരണം. സ്തോത്രം. ഈ മരണം നടക്കാത്തത് കൊണ്ടാണ് പലരിലും ഉയർത്തെഴുന്നേൽപ്പ് നടക്കാത്തത്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുന്നിട്ട് ചില സംഭവങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ഒരു ഗത്സമനിലെ എല്ലാവരും വിട്ടുപോവാണ്. ഏകനായിട്ട് പിതാവിന്റെ ഹിതം എന്ത് തന്നെയായാലും അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ ഒഴിഞ്ഞു പോകട്ടെങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉത്തരവൊന്നും കിട്ടിയില്ല. അത്രമാത്രം മാനവജാതി സ്നേഹിക്കുന്ന പിതാവിന്റെ തന്റെ പുത്രന്റെ മേല് ആ ദൈവ ക്രോധാഗ്നിയുടെ പാനപാത്രം മുഴുവൻ ഒഴിച്ചിട്ട് ആ തീക്കനലുമായിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് മഹിമയുടെ വലത്തുഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവാണുള്ളത്. നായ്ക്ക് പട്ടിക്ക് പന്നിക്ക് ഇട്ടുകൊടുക്കുന്നവനല്ല. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരുവനെ ദൈവ കുടുംബത്തിൽ ജനിച്ച തന്റെ മക്കളെ ചില ശിക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ബാലശിക്ഷ നടത്തിക്കൊണ്ട് ക്രമീകരിക്കുന്ന ഒരിക്കലും കൈപിടിയുന്നവനല്ല. അപ്പോൾ ആ ഗെത്സമനിയില് നമുക്ക് ആരും കൂടെ ഉണ്ടാകില്ല. പക്ഷെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഓൺലി സഹായിപ്പാൻ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അവിടെ പലരും നിന്ദിക്കും, ദുഷിക്കും, റിജക്റ്റഡ് ആവും, കഠിനമായ ദുഃഖമാണ്. ആരെ സഹായിപ്പാൻ, ആരെ രക്ഷിക്കാൻ വന്നോ? സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായൊരു അവനെ കൈക്കൊള്ളുകയില്ല. പ്രശംസ പ്രതീക്ഷിക്കേണ്ട ക്രൂശിന്റെ മാർഗത്തിൽ പ്രശംസ പ്രതീക്ഷിക്കേണ്ട. നിന്ദയും അപമാനങ്ങളോ ദുഷികളും ഏറ്റുകൊണ്ടാണ് കയ്യഫാവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ആണയിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് മോശയ്ക്ക് കൊടുത്ത വാക്ക് യാഹ്വേ ഐ ആം, ഞാനാകുന്നു. ആ പറയുന്ന സമയത്ത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ അവന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നതാണ്. അതാ പറയുന്നത്. സ്തോത്രം. ആ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് മഹാപുരോഹിതന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ്. അതാണ് ചുമൽക്കണ്ടങ്ങളില് 12 ആറുമാര് 12 രത്നങ്ങളില് ഓരോരോ ഗോത്രങ്ങളെ പേരെഴുതുന്നത്. ഏഫോദിനകത്തുള്ള 12 രത്നങ്ങളിൽ ഓരോരോ ഗോത്രങ്ങൾക്ക് പേരെഴുതിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങളെയും ഓരോരുത്തരെ പോലും വഹിച്ചുകൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്, മഹിമയുടെ വലത്തുഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളെ തള്ളിക്കളയുന്നവനല്ല. അപ്പോൾ പലരിലും ഈ ഉയർത്തെഴുന്നേൽപ്പ് നടക്കാത്തത് ഈ സെൽഫിന്റെ
അല്ലെ സെൽഫ് ഐഡിയകളുടെ, സെൽഫ് ഡിസിഷനുകളുടെ, സെൽഫ് പ്ലാനുകളുടെ ഇതിന്റെ മരണം നടക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു നമ്മളിൽ വസിക്കുന്ന സെൽഫിന്റെയും തന്റെയും സിംഹാസനം ഷെയർ ചെയ്യുന്നവനല്ല. നമ്മുടെ ഹൃദയമാകുന്ന സിംഹാസനത്തെ കുറച്ച് സ്ഥലം സെൽഫിനും കുറച്ച് സ്ഥലം 50-50% എടുക്കുന്നവനല്ല. അവൻ പൂർണ്ണമായിട്ടും 100% വസിക്കും. എന്നാൽ കൃപ കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഹിഡൻ ആയിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ നേച്ചറിനെ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുവിൽ അല്ലാത്തതായിട്ടുള്ള സ്വഭാവങ്ങളെ, കാര്യങ്ങളെ, ചിന്തകളെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ഫെയിലിയർ അല്ല. കർത്താവ് എനിക്ക് മനസ്സിലായി, ഇത് എന്റെ സ്വന്തം പ്ലാനാ, സ്വന്തം ഐഡിയ. സ്തോത്രം. അവിടെ നിങ്ങൾ ക്രൂശിക്കുക. കർത്താവ് അവിടെ ക്രൂശിക്കുമ്പോഴാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. നമ്മൾ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന സമയത്ത്, കൺവെർഷനിലേക്ക് വന്ന സമയത്ത്, ഇതുവരെ കൺവെർട്ട് ആകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിൽ മറഞ്ഞിരുന്ന പാപം എന്ന ആ ശക്തി, നമ്മളെ അടക്കിയമാണ് പാപം എന്ന ശക്തി, അതെന്താണെന്നും അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നും വ്യക്തമാക്കി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് നാം അത് വേണ്ട, ഈ മരണം, എന്റെ കാണുന്ന മരണത്തിന് കാരണം ഈ പാപമാണ്. എന്നാൽ പാപം അറിയാത്തവനെ എനിക്ക് വേണ്ടി ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പാപമാക്കി ആ പാപത്തിന്റെ ശിക്ഷ തന്റെ അഭൗതിക ശരീരത്തിൽ നടക്കിയെടുത്തുകൊണ്ട് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയാണ്. വിശ്വസിക്കുന്നവരെ ഞാൻ സൗജന്യമായിട്ട് നീതീകരിക്കാം. ഫ്രീ ഗിഫ്റ്റ്. ഈ ശരീരത്തിലിരിക്കും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഫ്രീ ഗിഫ്റ്റ് അതാണ്. അതാ നിസ്സാരമായിട്ട് പലരും തള്ളിക്കളയുന്നത്. യുഗങ്ങൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ഗിഫ്റ്റ്. അപ്പോൾ ആ മരണം എന്താണെന്ന് ഇവിടെ പറയുന്നത്, നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ സെൽഫിന്റെ ഡിസയേഴ്സ്, നിങ്ങളുടെ പാപം, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ സെൽഫിന്റെ കാര്യങ്ങൾ, നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Then who can kill you? നിങ്ങൾ ആർക്ക് എന്ത് ദോഷം ചെയ്യാൻ സാധിക്കും? സ്റ്റിൽ നമ്മുടെ സോൾ ഓപ്പൺ ആണ്, എക്സ്പോസ്ഡ് ആണ്. അവിടെ ഈ ലോകത്തിന്റെ ശക്തിയിൽ നമ്മുടെ ഫ്ലഷിൽ നിന്നും സേറ്റാനിക് കിങ്ഡത്തിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ്, വശീകരണങ്ങള്, വഞ്ചനകള്, വ്യാജ വാർത്തകള്, അതിൻ്റെ ഇമോഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ഓവർകം ചെയ്യാൻ സഹായിപ്പാനാണ് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ ദാനമായി തന്നിരിക്കുന്നത്. സ്തോത്രം. അത്രമാത്രം നമ്മൾ വിലപ്പെട്ടവരാണ്. നമുക്ക് സ്വയമായിട്ട് ജയിപ്പാൻ സാധ്യമല്ലെന്ന് അറിയുന്നവനായ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മൾ സഹായിപ്പാൻ, ലീഗലായിട്ട് നമ്മളെ സഹായിപ്പാൻ, ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടല്ല, ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമായിട്ട് ഏക യാഗത്തിൽ കൂടെ നീതീകരിച്ച ആരൊറ്റ മെറിറ്റില്, സ്തോത്രം, നമ്മളെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ പുത്രനെയാണ് നമ്മൾ വെളിപ്പെടുന്നത്. അതാണ് അടുത്ത വാക്യം മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ പലരും കരുതിയിരിക്കുന്നത് ഈ വാക്യം നമ്മുടെ കർത്താവിന് വാനമേഘത്തിൽ വെളിപ്പെടുന്നത്. യെസ്, അത് 100% ശരി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മിക്കവരെല്ലാവരും അനുഭവിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ വളരെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, അയ്യോ നിന്റെ ദൈവമേടെ ചോദിച്ചോട് ശത്രു നമ്മൾ പരിഹസിക്കുമ്പോൾ, ദുഷ്പ്രവർത്തിക്കാർ നമ്മൾ പരിഹസിക്കുമ്പോൾ, അവന് ദൈവത്തിൽ രക്ഷയില്ലെന്ന് സംഗീതകാരൻ പറഞ്ഞ പോലെ അതേ അനുഭവം വരുമ്പോൾ ഈ ബൈബിളിന്റെ ഓരോ വാക്യങ്ങൾ നമ്മളിൽ നിവൃത്തിയാകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവനായി ക്രിസ്തു ഇനി വരുവാനുള്ള കാലത്ത് വെളിപ്പെടുന്നത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ വെളിപ്പെടും. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. വരുവാനുള്ള നടക്കും, അത് 100% നടക്കും. അവന്റെ തിരുവായി മൊഴിയായി അരുളി ചെയ്ത് തുണിക്കായി കൊണ്ട് അവൻ നിവർത്തിക്കും. പക്ഷെ നമുക്ക് ഇപ്പോൾ വേണ്ടത്, ഈ ദുഷ്ടലോകത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇപ്പോൾ വെളിപ്പെടണം. എന്റെ ജീവനായി ക്രിസ്തു, ഉയർത്തുന്നതായ ക്രിസ്തു എന്നിൽ ഇപ്പോൾ വെളിപ്പെടണം. ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അനുഭവിക്കാം. അതിന് കൃപാവരങ്ങളൊന്നുമല്ല വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ മരണം, നമ്മൾ വാഴുന്ന മരണം, ആ മരണത്തെ അവൻ ജയിക്കണം. നമ്മളുടെ സെൽഫ്, അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് മരണമാണ്. പരിശുദ്ധാത്മാ നമുക്കത് വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഫെയിലിയർ അല്ല. ലോർഡ്, എനിക്ക് മനസ്സിലായി ഇത് എന്റെ സെൽഫ് കൊണ്ടാണ് ഈ ദുഃഖം, എന്റെ സെൽഫിന്റെ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് എന്റെ ജീവനായി ക്രിസ്തു എന്നെ വെളിപ്പെടുവാന്നൊക്കെ വേണോ ഞാൻ ഏൽപ്പിക്കുന്നു പറഞ്ഞു. ദ മൂമെന്റ്, അതാണ് പറഞ്ഞത്, തത്സമയത്ത് സഹായം ലഭിക്കാൻ തക്കവണ്ണം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അവന്റെ ഗ്ലോറി നമ്മിൽ കൂടെ ഇപ്പോൾ വെളിപ്പെടും. ഇത് വെളിപ്പെടാത്തോടത്തോളം ശത്രു നമ്മളെ ഞെരുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബന്ധനമെന്നല്ല പറയുന്നത്. ഓപ്പറേഷൻസ് ഉണ്ട്, സൈറ്റാനിക് കിങ്ഡത്തിൽ ഓപ്പറേഷൻസ് ഉണ്ട്, വേൾഡ് മോഹങ്ങളാൽ ഓപ്പറേഷൻസ് ഉണ്ട്, നമ്മളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ജഡത്താൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതിന് നമുക്ക് ഓവർകം ചെയ്യണം. അതിന് ക്രിസ്തു നമ്മളിൽ വെളിപ്പെടണം. ഇസ്രായേലിന് മരുഭൂ യാത്രയിൽ മന്ന കൊടുത്തു. ഈ മന്ന തന്നെയാണ് ക്രിസ്തു. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞത് എന്താ? നമ്മുടെ പിതാക്കന്മാർ അവർ മരുഭൂമിയിൽ മന്ന അവർ മരിച്ചു. എന്നാൽ ഈ അപ്പം തിന്നുന്നവർ, ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവർ, അവർ മരിക്കുകയില്ല. സ്തോത്രം. നമുക്ക് ആ മന്ന വേണം. ഈ മരുഭൂ യാത്രയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടും. അതിന് പ്രോമിസ് ഉണ്ട്. വരുമാന കാലത്ത് വെളിപ്പെടുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും അത് വെളിപ്പെടും. ഇപ്പോഴും വെളിപ്പെടും. ഇപ്പോൾ നമ്മൾക്ക് വെളിപ്പെടും. നമ്മളിൽ വെളിപ്പെടും. എത്രയോ ദൈവത്തിന്റെ ദാസിമാര് നിങ്ങളിത് അനുഭവിക്കുന്നവർ തന്നെയാണ് പലപ്പോഴും. പക്ഷെ നിങ്ങൾക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതലായി നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്വന്തം കഴിവാണെന്ന്. നമ്മുടെ ബുദ്ധി ചിലപ്പോൾ അങ്ങനെ തോന്നിക്കും. അവിടെ പറയും, നോ ലോർഡ്, നിന്നെ കൂടാതെ എനിക്ക് ജീവനില്ല, നിന്നെ കൂടാതെ എനിക്ക് ഒരു തേജസ്സുമില്ല, നിന്നെ കൂടാതെ എനിക്ക് ഒരു നന്മയും വസിക്കുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാ. ഈ മരണകരമായ ഈ ശരീരത്തിൻ്റെ ആറ് പിടിവയ്ക്കും. അവിടെയാണ് പറയുന്നത് നിന്റെ സ്നേഹിതനായ ക്രിസ്തു. അവിടെയാണ് പൗലോസ് കൊരിന്ത്യയിലെഴുത്ത് പറഞ്ഞിരിക്കുന്നത്, അവൻ നമുക്ക് അവരിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് എന്താണ്? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. He himself is our righteousness. He himself is our redemption. He himself is our wisdom. എന്തു ചെയ്യാനുള്ളത്? It's a great promise to us. ഇതെല്ലാം വിശ്വാസത്താൽ പ്രാപിക്കേണ്ട ഒരു വിഷയമാണ്, പ്രവൃത്തിയാലല്ല. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. പറയാ, കർത്താവ് ഇതാണ് എൻ്റെ വീക്ക്നസ്, എനിക്ക് വിശ്വാസം പോരാ. കർത്താവ് പ്ലീസ് ഹെൽപ്പ് മീ. അവൻ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. നമ്മൾ ബലഹീനാണ്, ഗുണം പിടിക്കാത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവനല്ല. അവൻ പാപികളിലാണ് അന്വേഷിച്ചു വന്നത്, നീതിമാന്മാരെ അല്ല അന്വേഷിച്ചു വന്നത്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് ചെല്ലാം. ഏത് സമയത്തും ഏതവസ്ഥയിലും നമുക്ക് സഹായം ലഭിക്കാൻ അവൻ നിറവുള്ളവനാണ്. തൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പകർന്ന് നമ്മളെ അവനെ പോലെ ആക്കി തീർക്കും. ഇത്രയും സ്നേഹിതനായ ഒരു ദൈവത്തെയാണ് നാം കേൾക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടെ അവന് മുമ്പിലായിരിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവേ, നിന്നിൽ ജീവിക്കുവാൻ തക്കവണ്ണം കൃപ പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവനായ ക്രിസ്തു ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുവരും ഇപ്പോൾ വെളിപ്പെടട്ടെ കർത്താവേ. നിന്റെ തേജസ് അപ്പോൾ വെളിപ്പെടട്ടെ. ഈ ദുഷ്ട ലോകത്തെ ജയിപ്പാൻ, സൈറ്റാനിക് കിങ്ഡത്തെ ജയിപ്പാൻ, ജഡത്തെ ജയിപ്പാൻ തക്കവണ്ണം വെളിപ്പെട്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾ വരെ, കേട്ട വചനങ്ങളിൽ മേലെ, സമർപ്പിച്ച സമർപ്പണത്തിന് മേലെ ഈ രാത്രികാലവും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മേഘ പ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങളൊത്തി നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. സ്തോത്രം. താങ്ക് യു.